നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ഗവർണർ ഇന്ന് മുംബൈയിലേക്ക് മടങ്ങും. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ വൈകിട്ട് 6:50 അദ്ദേഹം എത്തുക, മടക്കയാത്രയ്ക്കായി എത്തുക. അതുവഴിയാണ് മടങ്ങുന്നത്. സത്യപ്രതിജ്ഞാ ചടങ്ങിൽ പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം കേരളത്തിലെത്തിയത്. വീണ്ടും അദ്ദേഹം മടങ്ങിപ്പോകുകയാണ്. നമുക്ക് കഴിഞ്ഞ സംഭവ വികാസങ്ങളൊന്നും മറക്കാൻ പറ്റില്ല. വിമാനത്താവളത്തിലേക്കുള്ള ഒരു യാത്രയ്ക്കിടെയായിരുന്നു SFIയുടെ സമരം ഉണ്ടായതും അദ്ദേഹം നേരിട്ടിറങ്ങി SFIക്ക് നേരെ അദ്ദേഹത്തിൻ്റെ പ്രതിഷേധം അറിയിച്ച സംഭവ വികാസങ്ങൾ, ആ സംഭവ വികാസത്തിൻ്റെ പരിണിത ഫലങ്ങളൊക്കെ ഇപ്പോൾ അലയടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയിലാണ് മറ്റൊരു മടക്കയാത്ര കൂടി. ഇന്നും SFI സമരം ഉണ്ടാകുമോ എന്നാണ് ഏവരും ഉറ്റുനോക്കുന്നത്. SFI കരിങ്കൊടി കാണിക്കുമോ എന്ന കാര്യവും ഏവരും ഉറ്റുനോക്കുന്നുണ്ട്. അതേസമയം രാജ്ഭവനിലെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് പങ്കെടുക്കാനായിരുന്നു അദ്ദേഹം തിരുവനന്തപുരത്തേക്ക് എത്തിയത്. രാജ്ഭവനിൽ കഴിഞ്ഞ ദിവസമാണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ നടന്നത്. കഴിഞ്ഞ ദിവസമെങ്കിലും ഈ ഒരു തർക്കത്തിന്, അല്ലെങ്കിൽ മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിൽ നിൽക്കുന്ന ഒരു തർക്കത്തിന് അയവുണ്ടാകുമോ എന്ന കാര്യം ഏവരും ഉറ്റുനോക്കി. പക്ഷേ അത്തരത്തിൽ യാതൊന്നും ഉണ്ടായില്ല. പരസ്പരം മുഖത്ത് പോലും നോക്കാതെ, പരസ്പരം ഒന്ന് അഭിവാദ്യം പോലും ചെയ്യാതെ ഇരുവരും ശത്രുതാ മനോഭാവത്തോടിരിക്കുന്ന കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. ഗവർണറും സർക്കാരും തമ്മിൽ ഈ ഒരു വിലക്ക് അല്ലെങ്കിൽ ഉടക്ക് തുടരുമെന്ന ഒരു സന്ദേശം തന്നെയാണ് നമുക്ക് കഴിഞ്ഞ ദിവസത്തെ ആ സംഭവ വികാസങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഗണേഷ് കുമാറും കടന്നപ്പള്ളിയും മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യുന്ന ചടങ്ങിലായിരുന്നു ഗവർണറുടെയും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെയും ആ ശത്രുത എത്രത്തോളം ആഴത്തിലാണ് എന്ന കാര്യം മനസ്സിലാക്കാൻ സാധിച്ചത്. വിവിധ ബില്ലുകളിൽ ഒപ്പിടാത്ത ഗവർണറുടെ നടപടിക്കെതിരെ സർക്കാർ സുപ്രീം കോടതിയെ സമീപിച്ചതിനെ തുടർന്നാണ് വീണ്ടും രാജ്ഭവനും സർക്കാരും തമ്മിലുള്ള പോരിന് തുടക്കമായത്. സർക്കാരിൻ്റെ മുഖം മിനുക്കാൻ വേണ്ടിയുള്ള പുനഃസംഘടനാ ചടങ്ങിൽ വെച്ചാണ് ദീർഘകാലത്തിന് ശേഷം മുഖ്യമന്ത്രിയും ഗവർണറും ഒരേ വേദിയിലെത്തിയത്. പക്ഷേ ചടങ്ങിൽ തുടക്കം മുതൽ ഒടുക്കം വരെ പരസ്പരം മിണ്ടാൻ പോലും, എന്തിന് മുഖത്ത് നോക്കാൻ പോലും, ഇനി മുഖത്ത് നോക്കാനുള്ള സാഹചര്യം വന്നാൽ കണ്ണിമ വെട്ടുന്ന സാഹചര്യത്തിലേക്ക് വരെ കാര്യങ്ങൾ നീങ്ങുകയായിരുന്നു. കടുത്ത പിരിമുറുക്കം ഇരു നേതാക്കളും പ്രകടമായിരുന്നു. വേണമെങ്കിൽ പരസ്പരം അഞ്ഞുരുകാനുള്ള, അല്ലെങ്കിൽ വേണമെങ്കിൽ പരസ്പരം ഒന്ന് മിണ്ടാം, അല്ലെങ്കിൽ ഒന്ന് കൈ കൊടുക്കാം, ശത്രുതയൊക്കെ മറന്ന് വേണമെങ്കിൽ ഒരു കുശലം അന്വേഷിക്കൽ, അങ്ങനെയൊക്കെ നടക്കാവുന്നൊരു സാഹചര്യമായിരുന്നു. എങ്കിൽ പോലും ഇരുവരും അതിന് തയ്യാറായില്ല. അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്ന എന്തുമാത്രം പോരാണ് ഇപ്പോൾ ഇരുവർക്കുമിടയിൽ ഉള്ളതെന്ന്, എത്രമാത്രം കഠിനമാണ് ഇരുവരുടെയും ഉള്ളിലുള്ള ആ പോരാട്ടം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. അത്തരമൊരു നീക്കം രണ്ടുപേരും നിന്നും ഉണ്ടായില്ല. വേദിയിൽ അടുത്തടുത്തായിരുന്നു, പരസ്പരം നോക്കുകയോ ഹസ്തദാനം ചെയ്യുകയോ ചെയ്തില്ല. മുഖ്യമന്ത്രിയും ഗവർണറും തമ്മിലുള്ള ആ ഒരു പോരിൻ്റെ ആഴം കഴിഞ്ഞ ദിവസം ഒരിക്കൽ കൂടി രാഷ്ട്രീയ കേരളത്തിന് മനസ്സിലാക്കാൻ സാധിച്ചു. ചടങ്ങ് തുടങ്ങിയത് മുതൽ ഇരുവരും പരസ്പരം മുഖത്ത് നോക്കില്ല. അവിചാരിതമായി പോലും പരസ്പരം കണ്ണുടക്കാതിരിക്കാൻ മാക്സിമം ഒരു പരിശ്രമിക്കുന്ന കാഴ്ചയും രാഷ്ട്രീയ കേരളം കഴിഞ്ഞ ദിവസം കണ്ടിരിക്കുകയാണ്. ഗണേശനും കടന്നപ്പള്ളിക്കും സത്യവാചകം ചൊല്ലിക്കൊടുത്ത ശേഷം ഉടൻ തന്നെ ഗവർണർ വേദിയിൽ നിന്നും പോകുകയും ചെയ്തു. ചടങ്ങ് പൂർത്തിയാക്കി ഉടൻ തന്നെ ഗവർണർ മുഖ്യമന്ത്രിയെ നോക്കുക പോലും ചെയ്യാതെയാണ് മടങ്ങിപ്പോയത്. ഇത് ഇരുവരും തമ്മിലുള്ള ഭിന്നത എത്രത്തോളം ഉണ്ട് എന്ന് വ്യക്തമാക്കുന്നത് തന്നെയായിരുന്നു. മാത്രമല്ല, മന്ത്രിമാരെ പ്രശംസിച്ച ശേഷം മുഖ്യമന്ത്രിയും രാജ്ഭവനിൽ ചായ സൽക്കാരത്തിൽ പോലും പങ്കെടുക്കാതെ മടങ്ങുകയായിരുന്നു. പരസ്പരം സംസാരിക്കാനോ ഹസ്തദാനം ചെയ്യാനോ അഭിവാദ്യം ചെയ്യാനോ രണ്ടുപേരും തയ്യാറായില്ല. ഒരു വിധത്തിലും രണ്ടുപേരും അടുത്തില്ല. ഗവർണറും സർക്കാരും തമ്മിലുള്ള പോര് ഇനിയും തുടരും എന്നതിൻ്റെ സൂചന എന്നത് വ്യക്തമായി തന്നെ കഴിഞ്ഞ ദിവസത്തെ ആ ഇരുവരുടെയും പെരുമാറ്റത്തിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയെ കൂടാതെ പുതിയ മന്ത്രിമാർ ഒഴികെയുള്ള മറ്റു മന്ത്രിമാരും ചായ സൽക്കാരം ബഹിഷ്കരിക്കുകയുണ്ടായി. AK ശശീന്ദ്രനും പുതിയ മന്ത്രിമാരായ KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും മാത്രമാണ് ഗവർണർ ഒരുക്കിയ ചായ സൽക്കാരത്തിൽ പങ്കെടുത്തത്. തൻ്റെ വാഹനത്തിന് നേരെ പ്രതിഷേധിച്ച SFIക്കാർക്കെതിരെ നടപടിയെടുത്തില്ലെന്ന് കഴിഞ്ഞ ദിവസം കൂടി ഗവർണർ വിമർശിക്കുകയുണ്ടായി. ഈ ഒരു വിഷയത്തിൽ മുഖ്യമന്ത്രിയെ വലിയ രീതിയിൽ തന്നെ ഗവർണർ വിമർശിക്കുന്നുണ്ട്. കരിങ്കൊടി പ്രതിഷേധമുണ്ടായാൽ ഇനിയും വാഹനത്തിൽ നിന്നും പുറത്തിറങ്ങുമെന്ന് ഗവർണർ വ്യക്തമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് മടക്കയാത്രയിൽ അത്തരത്തിൽ എന്തെങ്കിലും ഒരു പ്രതിഷേധമുണ്ടായാൽ തീർച്ചയായിട്ടും ഗവർണർ പുറത്തിറങ്ങുമെന്ന കാര്യത്തിൽ സംശയമില്ല. സത്യപ്രതിജ്ഞാ ചടങ്ങിന് ശേഷം മുഖ്യമന്ത്രിയുമായി എന്തെങ്കിലും ചർച്ചയുണ്ടാകുമോ എന്ന ചോദ്യം, അതിന് അറിയില്ല എന്ന മറുപടിയായിരുന്നു. ഗവർണർ ബില്ലുകൾ അനിശ്ചിതകാലത്തേക്ക് പിടിച്ചു വയ്ക്കുന്നതിനെതിരെ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാനം സുപ്രീം കോടതിയെ സമീപിക്കുകയും കൂടി ചെയ്തിരിക്കുകയാണ്. വ്യക്തമാണ്, ഈ പോര് ഇനിയും മുറുകും. എന്തായാലും രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുകയാണ്. ഗവർണർ സർക്കാർ പോര്, ഗവർണർ മുഖ്യമന്ത്രി പോര് ഇതിനി എന്ന് അവസാനിക്കുമെന്ന്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.